ശ്രീ എം ടി രമേശ് സ്വാഗതം. നമസ്കാരം. നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വർക്കുമായിട്ട് വന്നതാണ്, നമ്മളെല്ലാവരും അതിനായിരിക്കുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എനിക്ക് തോന്നുന്നു വയനാട്ടിലെ കേന്ദ്ര സഹായത്തിൻ്റെ നിഷേധമാണ്. കേന്ദ്ര സഹായം ലഭിക്കില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അതെടുത്ത് ഉപയോഗിച്ചോളൂ എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് UDF-ഉം LDF-ഉം ഉയർത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തോട് കേന്ദ്രം ഒരു നെഗറ്റീവ് അപ്രോച്ച് സ്വീകരിക്കുന്നു എന്നല്ലേ നാട്ടുകാരെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല ഇവിടെ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ വയനാട്ടിലെ ആളുകളെ ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സഹായം എന്ന് പറയുന്നത് പല രീതിയിലാണ് വരിക. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ കേന്ദ്ര സഹായം എന്ന് പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടുണ്ട്. ആ ഫണ്ടിലൂടെ മാത്രമേ പണം കൊടുക്കാൻ പാടുള്ളൂ എന്ന് UPA ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് നിയമപ്രകാരവും ചട്ടപ്രകാരവും അല്ലേ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി ഈ ദുരന്തം ഉണ്ടായപ്പോൾ 2 ഗഡു അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തു. സാധാരണ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം ഒക്ടോബർ മാസത്തിലും ഡിസംബർ മാസത്തിലും അഡ്വാൻസ് തുക 2 മാസം കൊടുക്കേണ്ട തുക നേരത്തെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൈ കൊടുത്തു. പിന്നെ ഇവിടുത്തെ ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പണം അങ്ങനെ തന്നെ പെൻഡിങ്ങിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആ പണം ചെലവഴിക്കണം. ആ പണം ചെലവഴിക്കാതെ ബാക്കി വെച്ചിട്ട് കാര്യമില്ല. ആ പണം വയനാടിന് വേണ്ടി ചെലവഴിക്കാം. ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിനാണല്ലോ പണം ചെലവഴിക്കേണ്ടത്. പിന്നെ കൂടുതൽ സഹായമാണ് ഇവർ പറയുന്നത്. കൂടുതൽ സഹായം കേരളത്തിന് ആവശ്യമാണ്, ആ കാര്യം തർക്കമൊന്നുമില്ല. വയനാടിന് കൂടുതൽ സഹായം വേണം. കാരണം ഈ പണത്തിനേക്കാൾ അപ്പുറത്ത് പലതരത്തിൽ ചില വരും. പക്ഷേ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനത് പാക്കേജായിട്ട് വരണം. പാക്കേജായിട്ട് വരണമെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വേണം. അല്ല, നമ്മളിപ്പോൾ കാണുന്നതിന് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തുകയുടെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടും കേന്ദ്രം ഇങ്ങനെ പെരുമാറുന്നു ആണല്ലോ പറയുന്നത്. അത് സ്പെഷ്യൽ റിക്വസ്റ്റ് അല്ല, നിവേദനമാണ് കൊടുത്തത്. നിവേദനത്തിൻ്റെ പുറത്ത് കേന്ദ്രത്തിന് സഹായം കൊടുക്കാൻ സാധിക്കില്ല. നിവേദനം കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയും ഞങ്ങൾ പരിഗണിക്കും, സഹാനുഭൂതിയോട് കൂടി പരിഗണിക്കും എന്നൊക്കെയാണ്. അതൊരു നിവേദനത്തിനുള്ള മറുപടിയാണ്. അതിലിപ്പോൾ SDRF-ൻ്റെ തുക എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്നൊരു തുകയാണ്. പക്ഷേ അസാധാരണമായൊരു സാഹചര്യമാണ് വയനാട്ടിലെ, ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വിധത്തിൽ കേന്ദ്രം ഇടപെടണ്ടേ? നിങ്ങൾ പുഷ് ചെയ്യേണ്ടല്ലേ അവരെ സർക്കാർ? അസാധാരണമായ വിധത്തിൽ ഇടപെടണമെങ്കിൽ പോലും സർക്കാരിന് നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ദുരന്തമുണ്ടാകുന്ന സമയത്ത് സ്പെഷ്യലായിട്ടുള്ള പണം കൊടുക്കുമായിരുന്നു. അത് മാറിയത് UPA ഗവൺമെൻറ് കാലത്താണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേന്ദ്രം. സംസ്ഥാനം അങ്ങനെ കൊടുത്തിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി അവർ പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഓരോ അസമിൻ്റെയൊക്കെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ചില സംസ്ഥാനങ്ങൾക്ക് അതായത് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് കേന്ദ്രം സഹായിച്ചു എന്നാണ്. പക്ഷേ കേരളത്തോട് ഇങ്ങനെ ഉണ്ടായത് കേന്ദ്രം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതിന് പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതാണല്ലോ അഡ്വാൻസ് ചെയ്ത പണം. അതായത് സാധാരണ നിലക്ക് ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട പണം അഡ്വാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെലവഴിക്കില്ലെങ്കിൽ എന്തിനാണ് അഡ്വാൻസ് ചെയ്യുന്നത്? കേന്ദ്രം അങ്ങനെ അഡ്വാൻസ് ചെയ്ത് കൊടുക്കാറില്ല ഒരാൾക്കും. കേരളത്തിൽ ലഭിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. അത് ചെലവഴിക്കണം. അത് ചെലവഴിക്കാതെ ഇപ്പോൾ ഏതാണ്ട് 800-ഓളം കോടി രൂപ സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഇവരെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞോട്ടെ, കേന്ദ്രത്തെ വരെ കുറ്റം പറഞ്ഞോളൂ, കേന്ദ്രം തരുന്നില്ലെന്ന് പറയും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണമുണ്ടല്ലോ. അതിൽ ഇപ്പോൾ K. രാജൻ പറയുന്നത് കേട്ടത് SDRF-ൽ നിങ്ങൾ വയനാട്ടിന് വേണ്ടി ചെലവഴിച്ചോളൂ എന്നാണെങ്കിൽ അത് കേന്ദ്രം രേഖാമൂലം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലേ ചെലവഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടിനകത്തേക്ക് സംസ്ഥാനത്തെ പെടുത്തിയിട്ട് നിങ്ങൾ പണം നിഷേധിക്കും. ഒരു അർത്ഥമില്ല പറയുന്നില്ലേ. എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. കാരണം ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ അഡ്രസ്സ് ചെയ്യാനാണ് പണം. നിലവിൽ പണം ഈ ഇവിടുത്തെ ഫണ്ടിലുണ്ടായിട്ടും ഡിസംബർ മാസത്തിലെ പണം അഡ്വാൻസ് ചെയ്ത് കൊടുക്കും. അത് അണ്ടർസ്റ്റുഡാണ്. കേന്ദ്ര ഗവൺമെൻറ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്യുന്ന പണം ഇന്ന രീതിയിൽ ചെലവഴിക്കണമെന്നൊരിക്കലും പറയാറില്ല. എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശം, സ്റ്റേറ്റിന് അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ എന്തിനാണ് അഡ്വാൻസ് ചെയ്യുന്നത്? കേന്ദ്ര സന്ദർഭത്തിൽ അഡ്വാൻസ് പണം കൊടുക്കാനല്ലോ. അഡ്വാൻസ് ചെയ്ത് കൊടുത്തത് ഇവിടെ വയനാട് ദുരന്തമുണ്ടായി, ഇവർ പണം ചെലവഴിക്കണം. പണം ചെലവഴിക്കാൻ അവർക്ക് നിലവിൽ ഇപ്പോൾ കയ്യിലുള്ള പൈസ മതിയാകാതെ വരുമ്പോൾ അത് ചെലവഴിക്കാൻ അഡ്വാൻസ് കൊടുക്കുന്നത്. അത് ചെലവഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഇവർ പറയുന്നത് സ്പെഷ്യൽ പാക്കേജാണ്. ആ സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് പുതിയ പ്രോസസ്സാണ്. ആ പുതിയ പ്രോസസ്സ് ഇവർ പൂർത്തിയാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു ദുരന്തം നടന്നാൽ, പ്രധാനമന്ത്രി നേരിട്ട് വന്നാൽ ഇത്തരം ചർച്ചകൾക്ക് വഴിവെക്കാതെ ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നില്ലേ നന്നായിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച മുകളിൽ കേന്ദ്രം ഇങ്ങനെ നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അല്ല, എന്തിനാ രാഷ്ട്രീയ ചർച്ച എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതാണ് എന്തിനാണ് രാഷ്ട്രീയ ചർച്ച? പണം കൊടുത്താൽ പോലെ കേന്ദ്രം കേരളത്തിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു. ആ പണം എന്തുകൊണ്ടാണ് ചെലവഴിക്കാത്തത്? പക്ഷേ പതിവ് പണമാണ് ശ്രീ എം ടി രമേശ്. അതായത് അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്ര വലിയ ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് അവിടെയാണ് പ്രശ്നം.
ദുരന്ത നിവാരണത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന പണം ചെലവഴിക്കാതെ ബാക്കി വെക്കുക, അത് അവിടെ തന്നെ വെക്കുക, അത് മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിക്കുക. പ്രളയം ഉണ്ടായാലും അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ കൈവശം വെക്കാൻ വേണ്ടി SDRFന് കൊടുത്തിരിക്കുന്ന പണവും നമുക്കൊരു വലിയ ദുരന്തം ഉണ്ടായിട്ട് നിങ്ങളെ ഞങ്ങൾ സഹായിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം പറയുന്നതും രണ്ടും വ്യത്യസ്തല്ലേ? അത് ജനങ്ങൾക്ക് രണ്ടായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് SDRFലെ തുകയിൽ തന്നെ വലിയൊരു ശതമാനം സംസ്ഥാനത്തിൻ്റെതാണ്, ഓൾറെഡി സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ്. അപ്പോൾ കേന്ദ്രം കൊടുക്കുന്നില്ല എന്നുള്ള തോന്നലല്ലേ പൊതുജനത്തിനുണ്ടാവുക? അല്ല, സംസ്ഥാനത്തിൻ്റെ വിഹിതമല്ലേ കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റും? കേന്ദ്രത്തിന് നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ്റാണ് നിലവിൽ നിയമം മാറ്റി ഇങ്ങനെ ദുരന്തമുക്തുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചു. ആ ക്രൈറ്റീരിയ പ്രകാരം ദുരന്ത നിവാരണ ഫണ്ടിലൂടെ മാത്രമേ പണം വിതരണം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഒരു 100 കോടി കൊടുക്കുക, 200 കൊടുക്കുക പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പാക്കേജായിട്ട് കൊടുക്കണം. പാക്കേജായിട്ട് കൊടുക്കണമെങ്കിൽ പാക്കേജിൻ്റെ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ കണക്കെടുപ്പ് പൂർത്തിയാക്കി തരൂ. ഹൈക്കോടതി സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കണക്കെടുപ്പ് പൂർത്തിയാക്കി. കേന്ദ്ര ഗവൺമെൻറ് വക്കീൽ ഹൈക്കോടതി ചോദിച്ചു, ഇതുവരെ കണക്ക് കിട്ടിയിട്ടില്ല, എന്തുകൊണ്ടാണ് കണക്ക് കിട്ടാത്തത്? അപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി ഞങ്ങൾ ആ പ്രോസസ്സിലാണ്, ആ പ്രോസസ്സ് വളരെ എളുപ്പം പൂർത്തിയാക്കാം. അപ്പോൾ ഈ കേന്ദ്രം നമുക്ക് നൽകുന്ന മെസ്സേജ്, BJP പറയുന്ന, താങ്കളടക്കമുള്ള ആളുകൾ പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാലേ ഞങ്ങൾ പണം തരും, അത് ഇതിനേക്കാൾ വലിയ അപകടം ഉണ്ടായാൽ പോലും എന്നല്ലേ? അല്ല, സാങ്കേതികതല്ല, നിയമമാണ്. രാജ്യത്തൊരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരമാണ്. നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കേരളത്തിന് വയനാട്ടിൽ ഒരു 500 കോടി അധികം കിട്ടിയാൽ നമുക്കെല്ലാവരും കരുതും. കാരണം അവിടുത്തെ സാധാരണ മനുഷ്യരാണ്, ആ മനുഷ്യർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്, അവർക്ക് സഹായം കിട്ടുന്ന എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ ഒരു സർക്കാർ പ്രവർത്തിക്കുന്ന നിയമപ്രകാരമാണ്. നിയമപ്രകാരം പ്രവർത്തിക്കാത്തതുകൊണ്ടാണല്ലോ സംസ്ഥാന സർക്കാർ പലപ്പോഴും വീട്ടിലായി മാറുന്നത്. സർക്കാർ നിയമപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഒരു MLAയുടെ കുടുംബത്തെ മുൻ MLAയുടെ കുടുംബത്തെ സഹായിക്കുന്നത് നിയമപ്രകാരമല്ലാത്തതുകൊണ്ടല്ലേ ഇവർ ലോകായുക്തത്തിൽ കേസിന് പോകേണ്ടി വന്നത്, ഇല്ലെങ്കിൽ ലോകായുക്ത കേസിന് പോകുന്നത്. സർക്കാർ പ്രവർത്തിക്കുന്ന നിയമപ്രകാരമാണ്. ഒരു കാര്യത്തിന് ഒരു മാറ്റിവെക്കുന്ന പണം അതിനു വേണ്ടി ചെലവഴിക്കണം. സംസ്ഥാന സർക്കാർ വേണ്ടത് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രത്തിന് സഹായം കിട്ടാത്തതെന്നാണ് BJPയുടെ നിലപാട്. ഈ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടടക്കം ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റും? BJPയുടെ നിലപാടല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. ആ നിലപാടാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി പറയുന്നതോ ചർച്ചയിൽ പറയുന്നതോ അല്ലല്ലോ. സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിനത് കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഈ കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ട് അഡ്വക്കേറ്റ് ജനറൽ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അത് ഫാക്റ്റാണ്. ആ ഫാക്റ്റ് കോടതിയിൽ കൗണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് സമയം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് സമയം വേണമെന്നാണ്. അപ്പോൾ അത് വേഗം പൂർത്തിയാക്കട്ടെ. ഇതൊക്കെ സമർപ്പിച്ചതിന് ശേഷവും കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക ബുദ്ധി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. പാലക്കാട് എന്താ സ്ഥിതി? ജയിക്കോ BJP? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം 2021 ചെറിയ വോട്ടുകൾക്ക് 3000 ചില്ലാൻ വോട്ടുകൾക്കാണ് ഈ അസംബ്ലി മണ്ഡലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അന്ന് നഷ്ടപ്പെടുമ്പോൾ അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അന്ന് 6000-ലേറെ വോട്ടുകൾ ഭൂരിപക്ഷത്തിന് വന്നു. പക്ഷേ പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞു. പ്രധാനമായിട്ടും ആ പഞ്ചായത്തുകൾ CPM വ്യാപകമായിട്ട് ക്രോസ് വോട്ട് ചെയ്തു. CPMന് 2021 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ പറഞ്ഞ് അവർ 40,000 വോട്ടൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷേ അത് 33,000-34,000 വോട്ടായിട്ട് ചുരുങ്ങി. അപ്പോൾ അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് ക്ലിയറാണ് CPMന് വോട്ട് ചെയ്തു. അത് AK ബാലൻ സംബന്ധിച്ചിട്ടുള്ളതാണ്, CPMൻ്റെ കേരളത്തിലെ ലീഡർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വോട്ട് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം നടന്നു, UDFന് അനുകൂലമായിട്ട് നടന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ വോട്ട് ഷിഫ്റ്റിങ്ങിനെയും മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുനിസിപ്പാലിറ്റി മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചത്. ഈ പ്രാവശ്യം മുനിസിപ്പാലിറ്റി മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കാരണം ഈ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് കൃഷ്ണകുമാർ എന്നുള്ള സ്ഥാനാർത്ഥിത്വം ഞങ്ങൾക്കൊരു അപ്പർ ഹാൻഡാണ്. കാരണം കൃഷ്ണകുമാർ 10-17 വർഷമായി കൗൺസിലറായിട്ടുള്ള ബന്ധങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. പാർട്ടിക്ക് അതീതമായ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് കൂട്ടാൻ സാധിക്കുകയും ബാക്കി 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് കാര്യമായ ശ്രദ്ധ ഇപ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. CPM ഇപ്രാവശ്യം വോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിവേ ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിനെയും മറികടക്കാൻ ആവശ്യമായ ഒരു ശ്രമം ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്. ഇതിൽ പക്ഷേ BJPക്കകത്തെ പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാറിന് ഇവിടെയുള്ള ഗ്രൗണ്ടിൽ വലിയ പിടിപാടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതേ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെയും വികാരമുണ്ട് BJPക്കകത്ത് എന്ന ആളുകൾ പറയുന്നു. വോട്ട് ചെയ്യാതെ ആളുകൾ പോകാൻ പോലും സാധ്യതയുണ്ടെന്ന് പറയുന്നു. ആ നിലക്ക് അത് കിട്ടാനുള്ള ഒരു സീറ്റ് തെറിച്ചു പോകുന്നതാവോ അവസാനം വിധി? അല്ല, അത് BJPയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ആളുകൾക്ക് വ്യക്തിപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
പക്ഷേ പാർട്ടി പ്രവർത്തകന്മാർ താമരക്ക വോട്ട് ചെയ്യുക. ബി ജെ പി ഒരിടത്തും സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിയിട്ട് ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും വോട്ട് ചെയ്യാറില്ല. അതും പാലക്കാട് പോലെ ഞങ്ങൾക്ക് വളരെ അടിത്തറയുള്ളൊരു മണ്ഡലത്തിൽ എത്രയോ വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തി വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് ഇതിനേക്കാൾ വലിയ ക്രൈസിസ് ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. പാലക്കാട് ബി ജെ പിക്കകത്ത് വലിയ ക്രൈസിസ് നേരിട്ടപ്പോൾ പോലും ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന കുറേ നേതാക്കന്മാരൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പാലക്കാട് ആ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റ മനസ്സോടുകൂടി മുഴുവൻ ആളുകളും രംഗത്തിറങ്ങി ബി ജെ പി ജയിച്ചു. വ്യക്തികളല്ല ജയിപ്പിക്കുന്നത്, ബി ജെ പിയാണ് ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ബി ജെ പിയെ ബാധിക്കില്ല. ആ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം പലർക്കും പല ആളുകളുടെ സ്ഥാനാർത്ഥി കാണുന്നുണ്ടാവും. പക്ഷേ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് തീരുമാനം. ആ തീരുമാനത്തിൻ്റെ കൂടെ മാത്രമേ പാർട്ടി നിൽക്കൂ. അത് ഓൾ ഇന്ത്യ തലത്തിൽ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളൊരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയുടെ പിന്നാലെ പോകുന്ന പാർട്ടിയാണ്, വ്യക്തികളുടെ പിന്നാലെ പോകുന്ന പാർട്ടിയല്ല. വലിയ വലിയ വ്യക്തികൾ കലാപം ഉണ്ടായിട്ടും ആ കലാപമൊക്കെ ഇവിടെ പക്ഷേ പാലക്കാട് വന്ന് നോക്കുമ്പോഴേ വ്യക്തികൾ കലാപം ഉണ്ടാക്കുക മാത്രമല്ല. ഇപ്പം മൂത്താൻ സമുദായം എന്ന് പറയുന്നത് പാലക്കാട്ടെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് എന്നെല്ലാവരും പറയുന്നു. ഇവിടെ വന്ന് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നു. മൂത്താൻ സമുദായം ഒന്നാകെ പല കാരണങ്ങളാൽ ബി ജെ പിയോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ വോട്ട് ബേസിൽ തന്നെ വിള്ളലുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉപരിപ്ലവമായി കാണുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു പറഞ്ഞത്. എനിക്ക് പാലക്കാട് ചാർജുള്ള സമയത്താണ് പാലക്കാട് ബി ജെ പിക്കകത്ത് വലിയ അസ്വസ്ഥതയും പൊട്ടിത്തെറിയും ഉണ്ടായത്. താങ്കളെ സൂചിപ്പിച്ച സമുദായത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള നേതാവ്, ആ സമുദായത്തിനകത്ത് ഏറ്റവും സ്വാധീനമുള്ളൊരു നേതാവായിരുന്നു അപ്പുറത്ത്. ഞങ്ങൾക്കെല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നുള്ളത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കാരണം ബി ജെ പി ജനസംഘവും ആർ എസ് എസും പാലക്കാട് ഉണ്ടായത് മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു സമൂഹമാണ്. ആ സമൂഹം ഒരു ഐഡിയോളജിയുടെ പിന്നാലെയാണ്, അത് വ്യക്തികളുടെ പിന്നാലെയല്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ പ്രബലമായിട്ടുള്ള ആളുകൾ കലാപത്തിന് ശ്രമം നടത്തിയിട്ടും അന്ന് പോലും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, എല്ലാവരും പറയുന്നത് ബി ജെ പിക്ക് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ബി ജെ പിക്കാർ ദേഷ്യം പിടിച്ചാൽ ബി ജെ പിയോട് മൃദുവായിട്ട് ബി ജെ പി അനുകൂല സമീപനം സ്വീകരിക്കുന്ന ആളുകൾ ഒരിക്കലും സി പി എമ്മിന് പോയി വോട്ട് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ സരിന് അത്യാവശ്യം ആർക്കും സ്വീകാര്യനായുള്ള സ്ഥാനാർത്ഥിയാണ് ആ ഭാഗത്ത് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അതെ, ബി ജെ പിക്കാർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ആ ഭാഗത്തുള്ള ആളുകൾ, എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ആളുകൾ. അതുകൊണ്ട് ഒടുവിലങ്ങ് അടിവലിഞ്ഞ് പോവുക അല്ല, അത് നേരെ തിരിച്ചുണ്ടല്ലോ. കണക്കുകൂട്ടൽ ആർക്കും കൂട്ടാലോ. ഈ സരിനെ എല്ലാ സി പി എമ്മുകാരും ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര സി പി എമ്മുകാർക്ക് സരിന്റെ സ്ഥാനാർത്ഥി? ബി ജെ പി മറ്റ് സംസ്ഥാന കോൺഗ്രസ്സുകാരെ കൊണ്ടുവരുന്നു. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും സ്ഥാനാർത്ഥിയുടെ പേര് പറയാം സി പി എമ്മിന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? ഞാൻ ആദ്യമായിട്ടാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ പേര് മറന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കണ്ടതല്ലേ വാർത്താ സമ്മേളനത്തിൽ. ഞാനതിൻ്റെ വ്യക്തിപരം ആക്ഷേപിക്കാനല്ല, കാരണം അതൊരു മൈൻഡിൻ്റെ പ്രശ്നമാണ്. ഇപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സി പി എം സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടാവാം. പക്ഷേ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർക്ക് ഇപ്പോഴും അങ്ങനെ ഉൾക്കൊള്ളാൻ ഇതിനേക്കാൾ പ്രശ്നമാണ് കോൺഗ്രസ്. ഇതിനേക്കാൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. ആർക്കും എവിടെയും മത്സരിക്കാം എന്ന് നമ്മളെല്ലാവരും അങ്ങനെ മത്സരിക്കാം. നമ്മളെല്ലാവരും സ്വന്തം സ്ഥലത്തു നിന്നല്ല, പല സ്ഥലത്ത് പഠിച്ചു. പക്ഷേ പത്തനംതിട്ട പോലെ യു ഡി എഫ് കഴിഞ്ഞ ഒരു 3 ടേമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ്, യു ഡി എഫിൻ്റെ ഭാഷയിൽ കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഒരു ഷുഗർ സീറ്റ്. ആ ഷുഗർ സീറ്റിൽ മത്സരിക്കാൻ ഒരു പത്തനംതിട്ടക്കാരൻ വരണോ? പാലക്കാട്ടുകാരായ ഞങ്ങൾക്കൊരവസരമില്ല. ഈ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ ഒരു 3 ടേം ഇനി തിരിഞ്ഞു നോക്കണ്ട, കോൺഗ്രസ്സുകാർക്ക് ഇനി സ്വപ്നം കാണണ്ട. അതിൻ്റെ അസ്വസ്ഥത കോൺഗ്രസ്സുകാർക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യം നേരെ തിരിച്ചാണ്. അവർക്കെല്ലാവർക്കും സ്വീകാര്യമാവുന്നത് 10-17 വർഷക്കാലം ഇവിടെ കൗൺസിലറായി പല വാർഡിൽ മത്സരിച്ച് ജയിച്ച് രാഷ്ട്രീയത്തിനെതിരമായി എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുള്ള വ്യക്തി എന്ന നിലക്ക് സി പി എമാർക്കും കോൺഗ്രസ്സുകാർക്കും അവർ നിർത്തിയ സ്ഥാനാർത്ഥിയേക്കാൾ സ്വീകാര്യൻ കൃഷ്ണകുമാറാണ്. അതിൻ്റെ ബെനിഫിറ്റ് കൃഷ്ണകുമാറാണ് ഉണ്ടാവുന്നത്. മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പം ഈ സമയത്തുണ്ടായതല്ല സന്ദീപ് വാര്യരുടെ പോക്ക്. സന്ദീപ് വാര്യർ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നമുക്കൊക്കെ ഇപ്പോൾ ഇരിക്കുമ്പോൾ തീപ്പൊരിയായിട്ടുള്ള ബി ജെ പി നേതാവായിരുന്നു. ആർ എസ് എസിൻ്റെ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം ആഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും ആ ബി ജെ പി പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടെന്നതിൻ്റെ വലിയ തെളിവായിട്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ വരിക? അല്ല, വ്യക്തിപരമായി ചില ആളുകൾ ഉയർത്തുന്ന പ്രശ്നമാണല്ലോ. അതങ്ങനെ കണ്ടാൽ മതിയോ? അതങ്ങനെ കണ്ടാൽ മതി. കാരണം അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്കതൊന്നും പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നം മാത്രം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നും ഇത് സ്വാധീനിച്ചിട്ടേ അല്ല. എന്നാലും പക്ഷേ ഇപ്പോഴും നല്ല ശക്തിയുള്ളൊരു കാലമാണ്, നല്ല വോട്ട് വരുന്നു ബി ജെ പിക്കകത്തേക്ക്. പക്ഷേ ഈ ഘട്ടത്തിൽ കാര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത്രയ്ക്ക് ശേഷി നേതൃകാലത്തുള്ള ആളുകൾ, ഇപ്പോൾ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേരാവണ്ണമല്ല ചെയ്യുന്നത് എന്ന അഭിപ്രായമുള്ള ആൾക്കാരുമുണ്ട്. അതിനോടെന്ത് പറയും? എനിക്കങ്ങനെ അഭിപ്രായമില്ല. കാരണം
ബി ജെ പിക്കകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല. പാർട്ടി പ്രസിഡന്റ് മാത്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു പൊതു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. പ്രസിഡന്റ് തീരുമാനങ്ങൾ പ്രസിഡന്റ് കൃത്യമായിട്ടുള്ള മേധാവിത്വം ഉണ്ടാകും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ കൂട്ടായിട്ടുള്ള ആലോചനയിലാണ്. ഞങ്ങൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം, ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്ലസും മൈനസും എല്ലാം പരിശോധിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് സംസ്ഥാന പ്രസിഡൻ്റെ പേരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി താല്പര്യക്കുറവ് പറഞ്ഞു. അവരുടെ താല്പര്യക്കുറവായിരുന്നു. അവരുടെ താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാ വശവും ചർച്ച ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ഒരു റിപ്പോർട്ട്, ഞങ്ങൾ ഒരു 3 അംഗ പാനൽ ഞങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിച്ചു. പിന്നെ കേന്ദ്രമാണത് വിശദമായി ചർച്ച ചെയ്യുക. പിന്നെ ഇവിടുന്ന് ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റോളില്ല. ഞങ്ങൾ വിശദമായി പരിശോധിച്ചിട്ട് ഒരു മുൻവിധിയുമില്ലാതെ എല്ലാ പ്ലസും മൈനസും പരിശോധിച്ചതിന് ശേഷം ഇന്നയാളാവണം എന്ന് കേരള BJP കേന്ദ്രത്തോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുമ്പ് അയച്ച 3 പേരുടെയും പ്ലസും മൈനസും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടി നേതൃത്വമാണല്ലോ BJP. ശോഭാ സുരേന്ദ്രൻ എപ്പോഴും അവർക്ക് ഈ പാർട്ടിക്ക് അതൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുള്ള കാര്യം നാട്ടിൽ മുഴുവൻ ആളുകൾക്ക് പാട്ടാണ്. അത് സുരേന്ദ്രനാണ് അവർക്ക് ആ ബുദ്ധിമുട്ടുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുക. ഇതൊക്കെ പരിഹരിച്ചു പോകണ്ടേ നിങ്ങളുടെ പാർട്ടി? ശോഭാ സുരേന്ദ്രൻ ഞങ്ങളെ പാർട്ടിയല്ലേ അക്കോമഡേറ്റ് ചെയ്യുന്നത്, നാട്ടുകാരല്ലല്ലോ. ഞങ്ങളല്ലേ ശോഭാ സുരേന്ദ്രനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകയെ ഒരു വലിയ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാക്കി മാറ്റിയത് പാർട്ടി നേതൃത്വമാണ് അവർക്ക് ചുമതല കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും BJP നേതൃത്വം അവർ അവഗണിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊരു തോന്നലുണ്ട് അങ്ങനെ. മീൻസ് അത് അങ്ങനെ തോന്നുന്നതാണ്. അവർ കുറച്ചുകൂടി ഫയർ ബ്രാൻഡാണ്, കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അത് കുറച്ച് അങ്ങനെയുള്ള വനിതാ നേതാക്കന്മാർ കേരളത്തിൽ വളരെ അപൂർവമേ ഉള്ളൂ. വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന വനിതാ നേതാക്കന്മാർ വളരെ അപൂർവമേ കേരളത്തിലുള്ളൂ. അപ്പോൾ ആ അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവരെ ഞങ്ങൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോഴൊക്കെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു സീരീസ് ഓഫ് വാർത്താ സമ്മേളനങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിനെതിരെയാണ്, അതിൻ്റെ മുതലാളിക്കെതിരെയാണ്. അങ്ങനെയൊക്കെ വരുന്നത് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ അവരോടൊപ്പം നിന്നത്, BJP അവരോടൊപ്പം നിന്നത്. വ്യക്തിപരമായി അവർ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ അതിനെ റിയാക്ട് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയ ആരോപണങ്ങൾ പറയാം. പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് ഒരാൾ ആക്രമിക്കുമ്പോൾ ഞാനതിനെ വ്യക്തിപരമായിട്ട് തിരിച്ചു പറയും. അതിലെന്ത് തെറ്റ്? ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായിട്ട് ഒരു ചാനൽ ആക്രമിക്കാൻ തയ്യാറായപ്പോൾ അവർ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏത് നേതാവും പാർട്ടി ഒരു ചട്ടക്കൂടിനകത്ത് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി അവരുടെ സംരക്ഷിക്കുകയും ചെയ്യുള്ളൂ. പാർട്ടി അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. പാർട്ടിയാണ് എല്ലാവരെയും വളർത്തുന്നത്. വ്യക്തിപരമായിട്ടുള്ള വളർച്ച ആർക്കില്ല. നമ്മുടെ അവസാന ഭാഗത്തേക്ക് പോയാൽ ഒരു പോയിന്റേ ഉള്ളൂ. അതായത് മുനമ്പം വിഷയത്തിൽ യഥാർത്ഥത്തിൽ നാട്ടിലൊരു വസ്തു തർക്കവും അതിൻ്റെ ലീഗൽ പ്രശ്നങ്ങളും മാത്രമായ ഒരു സംഭവത്തെ നിങ്ങൾ മുസ്ലിം വിരുദ്ധമായിട്ട് വർഗീയമായിട്ട് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് മുനമ്പത്തെ വസ്തു തർക്കാവുക? എന്താണ് വസ്തു തർക്കം? മുനമ്പത്ത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, വീട് വെച്ച് താമസിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് അവകാശവാദവുമായി വന്നുകൊണ്ട് നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ് വഖഫ് ബോർഡിനോട് പറയുക അവിടെ നികുതി മേടിക്കാതെ ആ ഭൂമി അന്യാധീനമാവുക. അതെങ്ങനെയാണ് വസ്തു തർക്കമാവുന്നത്? അവരെങ്ങോട്ട് പോകണം? ആ പ്രശ്നം വഖഫ് ബോർഡിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ ബാധ്യതപ്പെട്ടവരാണ് കോൺഗ്രസും CPM-ഉം. അവർ വഖഫ് ബോർഡിനെ കൊണ്ട് തിരുത്തിക്കുന്നതിന് പകരം അവർ കാഴ്ചക്കാരായി നിന്നു. വഖഫ് ബോർഡ് പിടിച്ചടച്ചോട്ടെ. മുനമ്പത്തെ സാധാരണക്കാർ സമരവുമായി വന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല അവർ ഇന്നിന്നുമില്ലല്ലോ. BJP ഇപ്പോൾ അവിടെ കൂടെ സമരത്തിന് 1 മാസമായിട്ടേ ഉള്ളൂ. അവർ കഴിഞ്ഞ 4-5 മാസമായിട്ട് മുനമ്പത്ത് സമരമുണ്ട്. ഇവരാരെങ്കിലും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പക്ഷേ BJP അവിടെ കൂടെ നിൽക്കുന്നു എന്ന് ബോധ്യമായപ്പോഴാണല്ലോ പ്രതികരിക്കാനെങ്കിലും ഇവർ തയ്യാറായത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പോയിട്ടില്ല. BJP വിഷയത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ച് കളയുമെന്ന് അവർ പറയുന്നത് ആർക്കും ഭൂമി നഷ്ടമാകുകയില്ല. ഇതൊരു കേസാണ്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട് ഇതൊരു കോടതി വഴി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഇത്രയ്ക്ക് രൂക്ഷമായിട്ട് ഇടപെടേണ്ടതുണ്ടോ? എങ്ങനെ കോടതി വഴി പരിഹരിക്കും സർ? കുഞ്ഞാലിക്കുട്ടി ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കോടതിയിൽ നിയമമല്ലേ ഉള്ളത്. നികുതി മേടിക്കണ്ട എന്ന് കോടതിയിൽ ഇവരല്ലേ പറഞ്ഞത്. നിങ്ങൾക്കൊരു ഭൂമിയുണ്ട്, അതിന് നികുതി മേടിക്കുന്നില്ലെങ്കിൽ ആ ഭൂമിക്ക് നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? തുടർച്ചയായിട്ട് 3-4 വർഷം നമ്മൾ നികുതി കൊടുക്കുന്നെങ്കിൽ ആ ഭൂമി നമ്മുടേതല്ല.
ആരാണോ നികുതി കൊടുക്കുന്നത് അവരുടെ ഭൂമിയാണ്. ആ ഭൂമി വഖഫ് ബോർഡിൻ്റെ നിയമപ്രകാരം. മാത്രമല്ല ഇവരങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്യും. ഇവിടെ രാജ്യത്തെ നിയമത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. വഖഫ് 2013 UPA ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമനുസരിച്ച് വഖഫ് ബോർഡ് ഒരു ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വഖഫ് ഭൂമിയുടെ ഭൂമിയിൽ നമുക്ക് തർക്കമുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് സിവിൽ കോടതിയിലല്ല, നമ്മൾ പോകേണ്ടത് വഖഫിൻ്റെ ട്രിബ്യൂണലിലേക്കാണ്. ആ ട്രിബ്യൂണൽ ആരാ ഉള്ളത്? ഇതേ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ആ ട്രിബ്യൂണലിൽ പോയിട്ട് കേസ് നടത്തണം. ട്രിബ്യൂണലിൽ ആർക്കെങ്കിലും അനുകൂലമായി വിധി വരുമോ? കാരണം ഇവർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ മുനമ്പ് മാത്രമല്ലല്ലോ ഇപ്പോൾ പ്രശ്നം, നാട്ടിൽ വ്യാപകമായിട്ട് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ മാനന്തവാടി തലപ്പുഴ പഞ്ചായത്തിൽ ഒരു 10 ഫാമിലിക്ക് 4 സെൻറ്റ് 5 സെൻറ്റ് ഭൂമിയാണ് അവരുടേത്. ഈവൻ മുസ്ലിം ഫാമിലി ഉണ്ട്, അതിൽ 2 മുസ്ലിം ഫാമിലി. അതാണ് പ്രശ്നം. ഒരു മുസ്ലിം പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു വർഗീയ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം ബാധിക്കുന്നതല്ല. ഇതിനകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ പരാതിക്കാരായിട്ടുണ്ട് എന്ന് വരുമ്പോൾ BJP ഇതിനകത്ത് എടുക്കുന്ന ഇതിനാകപ്പാടെ ഒരു മുസ്ലിം വിരുദ്ധ പ്രശ്നമായിട്ട് വരുത്തുന്നത് പ്രശ്നമല്ലേ? ഒരു വസ്തുത പറയുമ്പോൾ എന്തിനാ മുസ്ലിം വിരുദ്ധമാകുന്നത്? ഞങ്ങൾ മുസ്ലിം സമൂഹം ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു ഇല്ലല്ലോ. പ്രശ്നം വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡും വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് CPMഉം കോൺഗ്രസും എടുക്കുന്ന ആ തീരുമാനത്തിന് പിറകിൽ അവർക്ക് വർഗീയ താല്പര്യമുണ്ട്, അവർക്ക് വോട്ട് ബാങ്ക് താല്പര്യമുണ്ട്. ഇല്ലെങ്കിൽ എന്തിനാണ് ഈ പാവപ്പെട്ടവൻ്റെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുക്കുന്നത്, അവർ താമസിക്കുന്നത് പിടിച്ചെടുക്കുന്നത്? ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അങ്ങനെ ഭൂമി പിടിച്ചെടുക്കുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമനം സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന അമെൻമെൻറ്റ്, ആ അമെൻമെൻറ്റ് അനുസരിച്ച് ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക്, ഇരകളായിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടും. അവർക്ക് അപ്രോച്ച് ചെയ്യാനൊരു സമീപനമുണ്ട്. ആ നിയമ ഭേദഗതി പാടില്ല എന്ന് പറയുന്നവരാണ് CPMഉം കോൺഗ്രസും. അപ്പോൾ ഈ വിഷയം BJP മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും. കാരണം ഇതിലൊരു മതമോ ജാതിയോ സമുദായമോ ഒന്നുമില്ല. ഇത് ഒരു സാധാരണക്കാരുടെ പ്രശ്നമാണ്. ഒരു ഭാഗത്ത് വഖഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭൂമി കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാഫിയുണ്ട്. ഞാനതിനെ മാഫിയ എന്ന് പ്രതിപാദിക്കുന്നു. അത് മുസ്ലിം സമുദായത്തിൻ്റെ മതപരമായിട്ടുള്ള താല്പര്യവുമായിട്ടോ അവരുടെ സ്വത്തവകാശവുമായിട്ടോ ബന്ധമില്ല. എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളുടെ ഭൂമി ഈ വഖഫ് ബോർഡിന്? അപ്പോൾ ബോധപൂർവം ഭൂമി കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. ഇപ്പോൾ ഈ സ്പീഡ് കൂടാൻ കാരണം ഈ ഭേദഗതി വന്നു. ഭേദഗതി ഏതായാലും ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇത് സാധിക്കില്ല. അപ്പോൾ നിയമം പാസ്സാവുന്നതിന് മുമ്പ് തിരക്കിട്ട് എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് പരമാവധി ഈ ചുരുങ്ങിയ സമയത്തുള്ള ഭൂമി പിടിച്ചെടുക്കാനുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ലാൻഡ് മാഫിയ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. വഖഫ് ബോർഡ് ഒരു ലാൻഡ് മാഫിയല്ല. വഖഫ് ബോർഡ് അതായത് മുസ്ലിം മതവിശ്വാസ പ്രകാരം ദൈവത്തിന് അർഹതപ്പെട്ട ഭൂമി സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റഡിയാണ് വഖഫ് ബോർഡ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഭൂമി പിൻവാതിലൂടെ കവർന്നെടുക്കുന്ന ഭൂമാഫിയുടെ പ്രവർത്തനമല്ല അവർ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു ജനകീയ വിഷയമാണ്, ഇത് മതപരമായ വിഷയമല്ല, ജനകീയ വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ചെയ്യും. ശരി, വളരെ നന്ദി ശ്രീ MP രമേശ് ഇപ്പോൾ സംസാരിച്ചാൽ. താങ്ക് യു.